Introduction to Computers and Office Automation. Microsoft PowerPoint സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരുന്നു പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, അതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ചാർട്ട്, ഓർഗനൈസേഷണൽ ചാർട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, വേർഡ് ആർട്ട്, ലെയറിംഗ് ആർട്ട് ഒബ്ജക്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് animations and sounds, when inserting animated pictures or inserting recorded sound effects. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആനിമേഷൻസ്. സ്ലൈഡ് ട്രാൻസിഷൻ. ഫ്രം ട്രാൻസിഷൻസ് ടാബ് ചൂസ് ദ ട്രാൻസിഷൻ എഫക്ട് ടു ദ സ്ലൈഡ്. കറണ്ട് സ്ലൈഡിലേക്ക് ട്രാൻസിഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രാൻസിഷൻസ് ടാബ് ആണ് ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ക്ലിക്ക് പ്രിവ്യൂ കമാൻഡ് ഓൺ ദ ട്രാൻസിഷൻ ടാബ്. അത് എങ്ങനെ ആനിമേറ്റ് ചെയ്ത് വരുന്നുണ്ടോ ആ ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ നമുക്ക് സെറ്റ് ചെയ്യാം. അത് ട്രാൻസിഷൻ ടാബിൽ പ്രിവ്യൂ എന്നുള്ളത് ചൂസ് ചെയ്താൽ മതി. വി ക്യാൻ സെറ്റ് ടൈം ഡ്യൂറേഷൻ ഇൻ ദ സെയിം ടാബ്. കറണ്ട് ടാബിൽ ടൈം ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ടൈം കൊണ്ടാണ് ആ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞൊരു സ്ലൈഡ്. ഓക്കെ, ഈ സ്ലൈഡിൽ ട്രാൻസിഷൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ സ്ലൈഡിന്റെ ട്രാൻസിഷൻ കാണിക്കുന്നത്, സ്ലൈഡ് എങ്ങനെയാണ് അത് ട്രാൻസിഷൻ ചെയ്ത് വരേണ്ടത്, അതിന്റെ ഒരു അനിമേറ്റഡ് എഫക്ട് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ഇവിടെ ഇപ്പൊ നണ്ണാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ പുഷ് കൊടുത്തു, ഒരു ആരോ പുഷ് ചെയ്യും. അപ്പോൾ പുഷ് കാണി നെക്സ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ നിന്ന് ഈ കറണ്ട് സ്ലൈഡ് പുഷ് ചെയ്ത് വന്നു. അതിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്രിവ്യൂ. ഓക്കെ, അതാ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇതിന്റെ എഫക്ട് കൊണ്ട് പ്രിവ്യൂ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പ്രിവ്യൂ സെറ്റ് ചെയ്ത് നോക്കാം മാത്രം. വൈപ്പ്, ഓരോ എഫക്റ്റുകൾ, ഷേപ്പ്, കവർ, അൺകവർ. ഇത് മൾട്ടിപ്ലൈ ലാൻഡ് എഫക്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ഒന്നുകൂടെ കാണാൻ കഴിയും. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറന്റ് സ്ലൈഡ്. ഓക്കെ, റാൻഡം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എഫക്റ്റുകളെല്ലാം വരും. ഓട്ടോമാറ്റിക് ആയിട്ട് 1 by 1 ആയിട്ട് ഏതെങ്കിലും ഒക്കെ റാൻഡം വൈസിൽ ചൂസ് ചെയ്ത് വരും. ഓക്കെ, സ്ലൈഡ് എങ്ങനെയാണ് ട്രാൻസിഷൻ ചെയ്ത് വരേണ്ടത്, സ്ലൈഡിന്റെ ട്രാൻസിഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ടൈം സെറ്റ് ചെയ്യാം. ഇത് വരുന്ന ടൈം എന്നുള്ളത് ഡ്യൂറേഷൻ 1 സെക്കൻഡ് ആണ് ടൈം. നമുക്ക് 1 സെക്കൻഡ് ചേഞ്ച് ആയിട്ട് ഒരു 8 സെക്കൻഡ് കൊടുക്കാം. 8 സെക്കൻഡ് അപ്ലൈ ടു ആൾ. ശേഷം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ട്രാൻസിഷൻ 8 സെക്കൻഡ് കൊണ്ടാണ് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. നേരത്തെ 1 സെക്കൻഡ് ആകുമ്പോൾ പെട്ടെന്ന് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുമായിരുന്നു. അപ്പോൾ ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടെക്സ്റ്റ് അനിമേഷൻ. സെലക്ട് അനിമേഷൻ ഫ്രം അനിമേഷൻ ടാബ്. വി ക്യാൻ സെറ്റ് ടൈം ഡ്യൂറേഷൻ ഇൻ ദ സെയിം ടാബ്. ടെക്സ്റ്റ്, ഇതിപ്പോൾ സ്ലൈഡിനാണ് അനിമേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി വേണ്ടത് ടെക്സ്റ്റുകൾക്കാണ് അനിമേഷൻ സെറ്റ് ചെയ്യുന്നത്. സോ അനിമേഷൻ എന്ന് പറയുന്നത് ടൈം ഡ്യൂറേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ കഴിയും. നോക്കാം. ഓക്കെ, ഇവിടെയാണ് ടെക്സ്റ്റുകൾ ഉള്ളത്. ഈ ടെക്സ്റ്റുകൾക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അനിമേഷൻ സെറ്റ് ചെയ്യേണ്ടത്. അനിമേഷൻസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഈ ടാബിൽ ഇപ്പം നണ്ണാണ് സെറ്റ് ചെയ്യുന്നത്, ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഏതെങ്കിലും ഒരു സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ദിസ് ഫ്ലൈ ഇൻ. ഇതാണ് ഫ്ലൈ. ഫ്ലാറ്റ്, സ്പ്ലിറ്റ്, ഓരോ അനിമേഷൻ, ഷേപ്പ്. ഇപ്പൊ ഈ അനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അനിമേഷൻ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 1 ഫസ്റ്റ് ഇത് ലോഡ് ചെയ്ത് വരും. ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഈ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ടു തിങ്സ് നമുക്ക് ഈ ഒരു അനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ സെക്കൻഡ്, തേർഡിനും നോർമൽ ഈ ഒരു അനിമേഷൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ അനിമേഷൻ നമുക്കൊന്ന് പ്രിവ്യൂ നോക്കാം. കണ്ടോ, ഫസ്റ്റ് 2 ആണ് ഓട്ടോമാറ്റിക് അവിടെ ക്ലിക്ക് ചെയ്ത് വന്നത്. ഫസ്റ്റ് 2 അത് ഒരേ ടൈമിലാണ്, അത് 1 ആണ് കൊടുത്തത്. അപ്പൊ രണ്ടും ഒരേ അനിമേഷൻ ആണ്. ഫസ്റ്റ് ടൈമിൽ രണ്ടും ഒരുമിച്ച് വരും. ദെൻ 2ഉം 3ഉം അത് സെപ്പറേറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വന്നത്. ഇവിടെ നമുക്ക് അതിന്റെ എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ ഏത് കണ്ടന്റ് ആണെങ്കിലും അതിനൊക്കെ സെപ്പറേറ്റ് എഫക്റ്റുകൾ ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. കണ്ടോ, ലെഫ്റ്റ് ഇതിപ്പോ ബോട്ടം ആണ് വരുന്നത് അല്ലേ, നമുക്ക് പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ബോട്ടം. അപ്പൊ നമുക്ക് മാറ്റിയിട്ട് എന്താ കൊടുക്കാം, ലെഫ്റ്റ് നിന്ന് കൊടുക്കാം. അപ്പൊ ആ ലെഫ്റ്റ് ഓപ്ഷൻ കിട്ടും. കണ്ടോ, വരുന്നുണ്ട് ലെഫ്റ്റ് നിന്ന്. നമ്മൾ ചൂസ് ചെയ്ത കണ്ടന്റ്, ഏത് കണ്ടന്റ് നമ്മൾ ചൂസ് ചെയ്ത് അതിനനുസരിച്ച് ചേഞ്ച് ആവും. ഓക്കെ, ആഡ് അനിമേഷൻ, എക്സ്ട്രാ അനിമേഷൻസ് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രിവ്യൂ, കളർ ചേഞ്ച് ഉണ്ടല്ലേ. അപ്പൊ 2 അനിമേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്. അതുപോലെ ഇതിനും 2 അനിമേഷൻ, ഓരോന്നും 2 അനിമേഷൻ കൊടുത്തു. ഇവിടെ അനിമേഷൻ എഫക്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ടൈം സെറ്റ് ചെയ്യാൻ കഴിയും.
ഇത് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോന്നും ആഡ് ചെയ്ത് വരുന്നത്. അതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ട് ഓൺ ക്ലിക്ക്. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത്. വിത്ത് പ്രീവിയസ് കണ്ടന്റ് മുമ്പായിട്ട് വരുന്നത്. ആഫ്റ്റർ പ്രീവിയസ് കണ്ടന്റ്, പ്രീവിയസ് കണ്ടന്റ് കഴിഞ്ഞ ശേഷം ബിറ്റ് കോയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പിൾ വരും, പിന്നെ ലൈറ്റ് കോയിൻ. ഈ രൂപത്തിൽ വരുന്ന ആഫ്റ്റർ പ്രീവിയസ് എന്ന് പറയുന്നത്. ഒരു ഡ്യൂറേഷൻ എത്ര ടൈം കൊണ്ട് വരണം, 50 സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ കേസാണ് 50. 1.5 സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ 5.5 സെക്കൻഡ്സ് കൊണ്ടാണ് ലോഡ് ചെയ്ത് വരിക. റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ബിറ്റ് കോയിൻ ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 5 സെക്കൻഡ്സ് ആവും. അടുത്തത് 5 സെക്കൻഡ്സ്. ഇപ്പൊ ടൈം ഡ്യൂറേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഡിലേ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് വന്നിട്ട് അവിടെ എത്ര നേരം ഡിസ്പ്ലേ ചെയ്യണം, ആ ഡിസ്പ്ലേ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് വരുള്ളൂ. ഇപ്പൊ അത് മുകളിൽ ബിറ്റ് കോയിന്റെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ആ ഒരു അനിമേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തൊട്ടപ്പോൾ തന്നെ റിപ്പിൾ ലോഡ് ചെയ്ത് വരും. ആ വെയിറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. സപ്പോസ് ഈ വെയിറ്റിംഗ് അവിടെ ഒരു നമുക്കൊരു 5 ഒന്ന് റെഡ്യൂസ് ചെയ്യാം, പെട്ടെന്ന് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ക്രിപ്റ്റോ കറൻസി സ്ലൈഡ് വന്നു. ഇനി ഇത് കണ്ടന്റ് വരുന്നെങ്കിൽ ഒരു 5 സെക്കൻഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 5 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടന്റ് വരുള്ളൂ. കേട്ടോ, ബിറ്റ് കോയിൻ. ഇനി അതുപോലെ നെക്സ്റ്റ് 5 സെക്കൻഡ്സ്. ഓരോ 5 സെക്കൻഡ്സ് കഴിയുമ്പോഴും, അതായത് വന്നതിന് ശേഷം 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലോഡ് ചെയ്ത് കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് വന്നത് ബാക്കിയുള്ള കണ്ടന്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ടൈം. 1 സെക്കൻഡ് 1.5 സെക്കൻഡ് കൊണ്ടാണ് ഇത് ലോഡ് ചെയ്ത് വരുന്നത്. ലോഡ് ചെയ്ത് വന്നതിന് ശേഷം ബിറ്റ് കോയിനെ ഡിസ്പ്ലേ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് റിപ്പിൾ വരാൻ വേണ്ടിയിട്ട് 5 സെക്കൻഡ്സ് അവിടെ വെയിറ്റ് ചെയ്ത് സമയം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആഡ് ഓഡിയോ ഫയൽ. To add audio file by clicking the audio from insert tab. ഒരു കണ്ടന്റ് സ്ലൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാബാണ് ഇൻസേർട്ട് ടാബ്. സോ ഇൻസേർട്ട് ടാബിൽ നിന്നാണ് ഓഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓഡിയോ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇൻസേർട്ട് ടാബിൽ നിന്ന് ഓഡിയോ, ദിസ് മച്ച് ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ഫ്രം മൈ പി സി, കറണ്ട് പി സിയിൽ നമുക്കൊരു ഓഡിയോ ക്ലിക്ക് ചെയ്യാം. ഒരു ഓഡിയോ സിമ്പിൾ വന്നല്ലേ. ഒന്ന് റൺ ചെയ്ത് നോക്കാം. പ്രീവ്യൂ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യണം, അപ്ലൈ ഡാറ്റ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് പറഞ്ഞത് റൺ ചെയ്യുമ്പോൾ തന്നെ അത് വർക്ക് ആവും. ഈ ഒരു വീഡിയോന്റെ കണ്ടന്റ് നമ്മൾ കാണുന്നുണ്ടല്ലേ, ഈ ഒരു ടെക്സ്റ്റ് അവിടെ കാണുന്നുണ്ട്. ഇത് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ അല്ല ഹൈഡ് ഡ്യൂറിംഗ് ഷോ. റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടന്റ് എന്ത് വേണം, ഹൈഡ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യും. നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു സ്ലൈഡ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഇന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയി കിട്ടും. ഓക്കെ, വർക്കിംഗ് ആണ്. അത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, വർക്കിംഗ് ആണ്. ഇപ്പോൾ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇൻസേർട്ടിംഗ് അനിമേറ്റഡ് പിക്ചേഴ്സ്. സോ അനിമേറ്റഡ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിഫ് അനിമേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിക്ചർ അനിമേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ജിഫ് അനിമേഷൻസ്. ക്ലിക്ക് പിക്ചേഴ്സ് ഫ്രം ഇൻസെർട്ട് ടാബ്. ഇവിടെ ഇൻസെർട്ട് ടാബിലാണ് കണ്ടന്റ് കൊണ്ടുവരില്ലേ, അതുകൊണ്ട് ഇൻസെർട്ട് ടാബിൽ നിന്നാണ് യൂസ് ചെയ്യുക, പിക്ചേഴ്സ് യൂസ് ചെയ്യുക. ദെൻ നാവിഗേറ്റ് ടു ജിഫ് ഫയൽ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ജിഫ് ഫയൽസ് ഉണ്ടായിരിക്കും, അത് സെലക്ട് ചെയ്ത് കാണിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓൺലൈൻ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക, അതിന് ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട് ടാബിൽ പോവാം. ഇൻസെർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാം. പിക്ചേഴ്സ്, പിക്ചേഴ്സിൽ ഒരു ജിഫ് അനിമേറ്റഡ് പിക്ചർ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിന് കാണിച്ചു കൊടുക്കും, ഡ്രൈവിൽ നിന്ന്. ഇവിടെ ജിഫ് അനിമേറ്റഡ് പിക്ചർ ഇൻസെർട്ട് ചെയ്യാം. അപ്പൊ ഒരു പിക്ചർ എങ്ങനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ആ പിക്ചറിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ അതിന്റെ പിക്ചറിനെ ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസ് ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ അറിയില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കറണ്ട് വീഡിയോ ജിഫ് ഒരു പിക്ചറാണ്, അനിമേറ്റഡ് പിക്ചർ, ജിഫ് അനിമേഷൻ. ആ പിക്ചറാണ് ഇപ്പൊ നമ്മൾ അനിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും അതങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒരു അനിമേഷൻ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഇൻസെർട്ടിംഗ് റെക്കോർഡ് സൗണ്ട് എഫക്ട്. ഇപ്പൊ കറണ്ട് സ്ലൈഡിലോട്ട് എങ്ങനെ സൗണ്ട് എഫക്റ്റുകൾ ആഡ് ചെയ്യാന്നുള്ളത്, ആ ഒരു കണ്ടന്റ് ആണ് പറയാൻ പോകുന്നത്. ടു പ്രൊഡ്യൂസ് സൗണ്ട് എഫക്ട് സച്ച് ആസ് അപ്ലോസ്, ക്രാഷ്, എ ഡ്രം റോൾ. സോ ടു പ്രസന്റേഷൻ സ്ലൈഡ് സെലക്ട് സൗണ്ട് ഫ്രം ട്രാൻസിഷൻസ് ടാബ്. കറണ്ട് സ്ലൈഡിന്റെ ട്രാൻസിഷൻ ടാബിൽ നിന്ന് സൗണ്ട് എന്ന് പറഞ്ഞ ഐറ്റം ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ നമുക്ക് സൗണ്ട് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ സൗണ്ട് ഫയൽസ് സെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻസെർട്ട് ടാബിൽ നിന്ന് മീഡിയ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, സൗണ്ട് കൊണ്ടുവരാം. എക്സ്ട്രാ നമുക്ക് സൗണ്ട് സിസ്റ്റത്തിൽ ഇല്ലാത്ത സൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സൗണ്ട് ഫയലും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. നോക്കാം. ഇവിടെ ട്രാൻസിഷൻസ് ടാബ് ക്ലിക്ക് ചെയ്യാം. നമ്മളൊരു അനിമേഷൻ സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു അനിമേറ്റഡ് കണ്ടന്റ്. ഓക്കെ, സോ ഈ ഒരു കണ്ടന്റിലാണ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കുക സൗണ്ട് എഫക്ട്. ഇവിടെ കണ്ട സൗണ്ട്
സൗണ്ട് ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ട് ഉണ്ട്. അപ്ലോസ്, ക്രാഷ്, ക്രൈം, ക്ലിക്ക്, പല ക്ലിക്ക് ഉണ്ട്. ക്യാഷ് രജിസ്റ്റർ, ഒരു സൗണ്ട് അടിച്ചു നോക്കാം. സൗണ്ട് ക്ലിക്ക് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം, റിവ്യൂ നോക്കാം. ഓക്കെ, ഒരു സൗണ്ട് കേൾക്കാം. അതേപോലെ തന്നെ ക്ലിക്ക്, ക്രൈം, ഡ്രം റോൾ, ഇങ്ങനെ സൗണ്ട് എഫക്റ്റ് നമുക്ക് വേണം സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ അതർ സൗണ്ട് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ലോക്കൽ ഫയൽ നമുക്ക് ഫയൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഡീഫോൾട്ട് ചെയ്ത സിസ്റ്റത്തിലുള്ള ഫയൽസ് ആണ് യൂസ് ചെയ്തത്. പക്ഷെ അതല്ല, നമുക്ക് ഇനി പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിസ്റ്റത്തിനോ സി ഡിന്നോ പെൻഡ്രൈവ് നിന്നൊക്കെ ഇങ്ങനെ സൗണ്ട് ഫയൽ ആഡ് ചെയ്യാം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, സൗണ്ട് ഫയലിന്റെ എക്സ്റ്റൻഷൻ വേവ് ഫയൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓഡിയോ ഫയൽസ് ആയ ഡോട്ട് വേവ് ഫയൽ, ഈ ഒരു ഫയൽ മാത്രം സപ്പോർട്ട് ആവും. അപ്പോൾ ആ ഒരു MP3 ഫയലും സപ്പോർട്ട് ആവില്ല. വേവ് ഫയൽ ആക്കി കൺവേർട്ട് ചെയ്യാം ഫയൽസ് MP3 ഒക്കെ ആണെങ്കിൽ. ഇത് ഓക്കെ ആയിരിക്കും. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോർമൽ സൗണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ സ്ലൈഡ് ലോഡ് ചെയ്ത് വരുമ്പോഴും ആ സൗണ്ടിനനുസരിച്ചുള്ള സൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ ഡ്യൂറേഷൻ പറയുന്നുണ്ട് 1 സെക്കൻഡ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ഡ്യൂറേഷൻ ഓരോ ടൈമിനനുസരിച്ച് അപ്ലൈ ടു ആൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോൾഡേഴ്സും എല്ലാ സ്ലൈഡും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യുക. സിംഗിൾ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടൈം സെറ്റ് കൊടുക്കുക. ആ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് പ്ലേ ചെയ്ത് കൊടുക്കും. ഓക്കെ, കണ്ടോ? ഇപ്പൊ ടൈം ഡ്യൂറേഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഫോൺ ക്ലിക്ക് ചെയ്യാം, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ ക്ലിക്ക് കംപ്ലീറ്റ് ആണോട് കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഓക്കെ അല്ലേ? സോ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം അനിമേഷൻസ് ആണ്. സ്ലൈഡ് ട്രാൻസിഷൻ എങ്ങനെ വർക്ക് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് അനിമേഷൻസ് എങ്ങനെ ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം, ഓഡിയോ ഫയൽസ് എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ മോഷൻ പിക്ചേഴ്സ്, ജിഫ് അനിമേറ്റഡ് പിക്ചേഴ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം കണ്ടന്റിൽ. ലാസ്റ്റ് പറഞ്ഞത് സൗണ്ട് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു.